ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ചിനക്കത്തൂർ പൂരത്തിനായുള്ള കാത്തിരിപ്പിൽ ഒരു നാട് മുഴുവൻ. ചിനക്കത്തൂർ പൂരത്തിനായുള്ള കാത്തിരിപ്പാണ് ഒരു നാട് മുഴുവൻ. പൂരത്തിന്റെ ഒരുക്കങ്ങളും തകൃതിയായി നടക്കുന്നുണ്ട്. ചിനക്കത്തൂർ പൂരത്തിന്റെ പ്രത്യേകത കുതിരകളി തന്നെയാണ്. 16 കുതിരകളാണ് കളിക്കുക. രാജാവും യുവരാജാവും മന്ത്രിയും പടയാളികളും സൈന്യാധിപന്മാരും ഏറാൾപ്പാടും കെട്ടിലമ്മ കുതിരയും അടങ്ങുന്ന 16 കുതിരകൾ. ഇതിൽ ആകെയുള്ള പെൺകുതിരയാണ് കെട്ടിലമ്മ. സർവാഭരണ ഭൂഷിതയായി ഭംഗിയിൽ ചമഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു കുതിര. മാത്തൂർ മനയിൽ നിന്നുള്ള കുതിരയാണ് ഇത്. മനയിൽ നിന്നും നമ്പ്രത്ത് തറവാട്ടുകാരെ ഏൽപ്പിക്കുകയായിരുന്നു. പിന്നീട് ഇത് നമ്പ്രത്ത് കുതിരയായി മാറി. പടിഞ്ഞാറെ പന്തിയിലെ പണ്ടാരക്കുതിരയുടെ ഇടതുഭാഗത്താണ് കെട്ടിലമ്മ കുതിരയുടെ സ്ഥാനം. അടുത്ത് അകമ്പടി കുതിരയും മന്ത്രിസ്ഥാനമുള്ള കുതിരയും നിൽക്കും. 300ഓളം വർഷക്കാലമായി കെട്ടിലമ്മ കുതിര നമ്പ്രത്ത് കുടുംബക്കാരാണ് കെട്ടുന്നത്. ഇതിനുള്ള ചിലവ് മുഴുവൻ കുടുംബക്കാർ തന്നെയാണ് വഹിക്കുന്നത്. ഈ കുതിരകളൊക്കെ പണ്ട് ഓരോ കുടുംബക്കാരെ ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു. ഓരോ കുടുംബക്കാരാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ പല കുടുംബക്കാരും അതിൽ നിന്ന് ഒഴിഞ്ഞു. നമ്മളുടെ ഈ കുതിര കെട്ടിലമ്മ എന്നാണെന്ന് പറയുന്നത്. അതായത് ഒരേ ഒരു വനിതാ കുതിരയാണ്, രാജ്ഞിയുടെ സ്ഥാനമാണ്. ആ കെട്ടിലമ്മയുടെ കുതിര നമ്പ്രത്ത് കുടുംബമാണ് പരമ്പരാഗതമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മളിപ്പോഴും തുടരുകയാണ്. വർഷങ്ങളായിട്ട് ഏതാണ്ട് ഒരു 200-300 വർഷങ്ങളുടെ ചരിത്രം നോക്കുമ്പോൾ നമ്പ്രത്ത് കുടുംബമാണ് ചെയ്യുന്നത്. അത് നമ്മളിപ്പോഴും തുടരുകയാണ്. ഇതിൻ്റെ ചെലവ് മുഴുവൻ വഹിക്കുന്നത് കുടുംബക്കാരാണ്. കുതിരക്കളി മുടങ്ങിയാൽ പൂരവും മുടങ്ങും. കുതിരക്കളിയിലൂടെ തുടങ്ങുന്ന പൂരം കുതിരക്കളിയിലൂടെ തന്നെയാണ് അവസാനിക്കുന്നതും. ചിനക്കത്തൂർ പൂരം തുടങ്ങുന്നത് കുതിരകളിയിലൂടെയാണ്. ഈ കുതിരകളി ഏതെങ്കിലും രീതിയിൽ നടന്നില്ല എങ്കിൽ പൂരം ഇല്ല. അപ്പം ചിനക്കത്തൂർ പൂരം തുടങ്ങുന്നത് കുതിരകളിയിലൂടെയും, കുതിരകളി കഴിഞ്ഞാണ് പിന്നെ ആനവേലിയും. ബാക്കി ഇതൊരു യുദ്ധമുറയായിട്ടാണ് പണ്ട് കണക്കാക്കിയിരുന്നത്. അതേപോലെ തന്നെ ചിനക്കത്തൂർ പൂരം പിറ്റേ ദിവസം അവസാനിക്കുന്നതും അവസാന പരിപാടി എന്ന് പറഞ്ഞത് കുതിരകളിയാണ്. കുതിരകളി കഴിയുന്നതോടുകൂടി ചിനക്കത്തൂർ പൂരം അവസാനിച്ചു. അതാണ് ഈ കുതിരകളുടെ ഒരു പ്രാധാന്യം.